Hi, my dear ones. Welcome to CSCB Ranker, your one-stop channel for cracking CSCB exams in Kerala. Section 49 ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. Section 49 deals with the answer indemnity of Apex and Central Society. സെക്ഷൻ 49 പറയുന്നത് അപ്പെക്സോ അല്ലെങ്കിൽ സെൻട്രൽ സൊസൈറ്റിയോ എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായിട്ട് വരുമോ എന്നുള്ള അതിനെക്കുറിച്ചാണ് ഈ സെക്ഷനിൽ പറയുന്നത്. നെക്സ്റ്റ്, if a society in which shares are purchased from the principal state partnership fund is wound up, who cannot claim any loss from the Apex society? Answer, the government. അതായത് ഒരു അപ്പെക്സ് സൊസൈറ്റി പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ച് മറ്റൊരു സൊസൈറ്റിയുടെ ഷെയർ പർച്ചേസ് ചെയ്യുകയാണ്. ആ സൊസൈറ്റി വൗണ്ടപ്പ് ആവുകയാണ് അല്ലെങ്കിൽ അടച്ചുപൂട്ടുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് അവരോട് ക്ലെയിം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ അപ്പെക്സ് സൊസൈറ്റിയോട് നഷ്ടപരിഹാരം ചോദിക്കാനുള്ള അർഹത ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. ആർക്കാണ് അങ്ങനെ അർഹത ഇല്ലാത്തത്, അങ്ങനെ നഷ്ടപരിഹാരം ചോദിക്കാനുള്ള അർഹത ഇല്ലാത്തത് എന്നാണ്? അത് ഗവൺമെൻറ്റിനാണ്. ഗവൺമെൻറ്റാണ് ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിലേക്കുള്ള പണം കൊടുക്കുന്നത് എങ്കിൽ പോലും ഗവൺമെൻറ്റിന് നഷ്ടപരിഹാരം ചോദിക്കാനുള്ള അർഹതയില്ല. ക്വസ്റ്റ്യൻ നമ്പർ 3. Who is entitled to the money received by the Apex Society in liquidation or dissolution? Answer, the government. എന്ന് വെച്ചാൽ ഈ ലിക്വിഡേഷൻ പ്രോസസ്സ് കഴിയുമ്പോൾ ഈ അപ്പെക്സ് സൊസൈറ്റിക്ക് എന്തെങ്കിലും കിട്ടുകയാണ്. ആ സൊസൈറ്റിക്ക് ഈ പ്രോസസ്സെല്ലാം കഴിഞ്ഞ് എല്ലാവർക്കുമുള്ള നഷ്ടപരിഹാരമൊക്കെ കൊടുത്ത് വരുമ്പോൾ അപ്പെക്സ് സൊസൈറ്റിക്കും എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ആ ഫണ്ട് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കണം. അതിന് ഗവൺമെൻറ് അർഹനാണ്. അതാണ് ഇവിടെ പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4. If a society in which shares are purchased from the subsidiary state partnership fund is dissolved, who cannot claim any loss from the central society? Answer, both government and Apex society. ഇവിടെ പറയുന്നത് ഈ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ച് സെൻട്രൽ സൊസൈറ്റി പ്രൈമറി സൊസൈറ്റിയിൽ നിന്നും ഷെയർ എടുത്തു കഴിയുമ്പോൾ ഈ പ്രൈമറി സൊസൈറ്റി ഏതെങ്കിലും ഡിസോൾവ് ആവുകയാണ്, അത് ലിക്വിഡേഷൻ അടച്ചുപൂട്ടുന്ന അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞാലും ഈ ആദ്യം പറഞ്ഞതുപോലെ ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ അപ്പെക്സ് സൊസൈറ്റിക്കോ സെൻട്രൽ സൊസൈറ്റിയോട് നഷ്ടപരിഹാരം ചോദിക്കാനുള്ള അർഹതയില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The money received by the Apex Society in case of liquidation of a primary society and central society shall be credited to? Answer, principal state partnership fund. ഇവിടെ പറയുന്നത് ഒരു പ്രൈമറി സൊസൈറ്റി ലിക്വിഡേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രോസസ്സ് കഴിഞ്ഞ് എന്തെങ്കിലും ലാഭവിഹിതമോ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത് സെൻട്രൽ സൊസൈറ്റിയിലേക്കായിരിക്കും കൊടുക്കുന്നത്. സെൻട്രൽ സൊസൈറ്റി അത് അപ്പെക്സ് സൊസൈറ്റിയിലേക്ക് കൊടുക്കുന്നത് ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിലേട്ടായിട്ട് ആയിരിക്കുമെന്നുള്ളതാണ്. ഇനി നമുക്ക് സെക്ഷൻ 50 പഠിക്കാം. Section 50. Disposal of share capital and dividend, etc. Section 50, subsection 1. All monies received by an Apex society in respect of shares of other societies purchased from monies in the principal state partnership fund on redemption of such share or by way of dividends or otherwise shall be credited to that fund. Section 50, subsection 2. All monies received by a central society in respect of shares of primary societies purchased from the monies in the subsidiary state partnership fund on redemption of such shares or by way of dividends or otherwise shall in the first instance be credited to that fund and then transferred to the Apex society, which shall credit them to the principal state partnership fund.
സെക്ഷൻ 50 പറയുന്നത് ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിൽ നിന്നോ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിൽ നിന്നോ ഉള്ള തുക ഉപയോഗിച്ചെടുക്കുന്ന ഷെയർസ് റെഡീം ചെയ്യുകയോ അല്ലെങ്കിൽ ലാഭവിഹിതം കിട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ഫണ്ട് എവിടേക്കാണ് പോകുന്നത്, അതിൻ്റെ ഫലം എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 50 സബ്സെക്ഷൻ 1 പറയുന്നു, ഈ അപ്പെക്സ് സൊസൈറ്റി പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ച് മേടിക്കുന്ന ഷെയർ റെഡീം ചെയ്യുക, അല്ലെങ്കിൽ ലാഭവിഹിതം കിട്ടുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എമൗണ്ട് കിട്ടുകയാണെങ്കിൽ അത് ആ ഫണ്ടിലോട്ട്, അതായത് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിലോട്ട് തന്നെ തിരികെ നിക്ഷേപിക്കണം, ക്രെഡിറ്റ് ചെയ്തിരിക്കണം. ഇനി സബ്സെക്ഷൻ 2 സെക്ഷൻ 50 സബ്സെക്ഷൻ 2 പറയുന്നു, ഈ സെൻട്രൽ സൊസൈറ്റി സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ച് മേടിച്ചേക്കുന്ന ഷെയറുകൾ തിരിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ലാഭവിഹിതം കിട്ടുകയോ മറ്റേതെങ്കിലും ഫണ്ട് ലഭിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിലേക്കും പിന്നീട് അത് അപ്പെക്സ് സൊസൈറ്റി മുഖാന്തരം അത് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിലേക്കും ക്രെഡിറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. നെക്സ്റ്റ് സെക്ഷൻ 50 സബ്സെക്ഷൻ 3. All monies referred to in subsection 1 or subsection 2 shall, notwithstanding that the shares stand in the name of the apex society or in the central society, as the case may be, paid to the government. അതായത് ഈ സബ്സെക്ഷൻ 1 2 പറഞ്ഞിരിക്കുന്ന ഫണ്ടുകൾ, ഈ ഷെയർ റിഡംഷൻ ചെയ്യുന്നതാവട്ടെ ലാഭവിഹിതം കിട്ടുന്നതാവട്ടെ, ഇത് അപ്പെക്സ് സൊസൈറ്റിയിലേക്കോ സെൻട്രൽ സൊസൈറ്റിയിലേക്കോ അല്ല സൂക്ഷിക്കേണ്ടത്, അത് ഗവൺമെൻറ്റിലേക്കാണ് അടയ്ക്കേണ്ടത്. അവസാനം ഇത് ഗവൺമെൻറ്റിലാണ് എത്തിച്ചേരേണ്ടത്, അല്ലാതെ അപ്പെക്സ് സൊസൈറ്റിയുടെയോ അല്ലെങ്കിൽ സെൻട്രൽ സൊസൈറ്റിയുടെയോ അസറ്റ് ഒന്നുമല്ല, ഇത് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണ്. Next, section 50 subsection 4, same as provided in subsection 3, the government shall not be entitled to any other return on the monies provided by it to an apex society under section 43. ഇനി 54 എന്താണ് പറയുന്നത്? ഗവൺമെൻറ്റിന് ശരിക്കും അർഹതയുള്ളത്, ഇത് ശരിക്കും ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്, ഇൻഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ, അതായത് സെക്ഷൻ 43 നമ്മൾ പറഞ്ഞു ഗവൺമെൻറ്റിന് ഇൻഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാവാം, അങ്ങനെ കിട്ടുന്ന ഫണ്ടാണിത്. അതല്ലാതെ വേറുള്ള ഫണ്ടുകളൊന്നും ഗവൺമെൻറ്റിലേക്ക് കൊടുക്കേണ്ട കാര്യമില്ല. ഇത് ഗവൺമെൻറ് നേരിട്ടല്ലാതെ എടുക്കുന്ന ഷെയർ അതിൽ നിന്നും കിട്ടുന്ന വരുമാനമാണ്, അത് ഗവൺമെൻറ്റിലോട്ട് തന്നെ വേണം. അത് ഗവൺമെൻറ്റിൻ്റെ ഇൻഡയറക്റ്റ് പാർട്ടിസിപ്പേഷനാണ് സെക്ഷൻ 43 പ്രകാരമുള്ള, അത് മാത്രമാണ് ഗവൺമെൻറ്റിന് അർഹതയുള്ളത്. നെക്സ്റ്റ് സെക്ഷൻ 50 സബ്സെക്ഷൻ 5, any amount to the credit of the principal state partnership fund or the subsidiary state partnership fund and the investments thereof shall not form part of the assets or liabilities of the apex society or central society, as the case may be. The balance sheet of any such society shall separately show the amounts to the credit of the principal state partnership fund or the subsidiary state partnership fund or the investments thereof, as the case may be. ഇവിടെ 55 എന്താണ് പറയുന്നത്? ഈ അപ്പെക്സ് സൊസൈറ്റിക്ക് കിട്ടുന്ന പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പിൽ നിന്നും കിട്ടുന്ന അപ്പെക്സ് സൊസൈറ്റിക്ക് കിട്ടുന്ന എമൗണ്ട് ആയാലും സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ച് സെൻട്രൽ സൊസൈറ്റിക്ക് കിട്ടുന്ന ഫണ്ടായാലും ഇതൊന്നും അപ്പെക്സ് സൊസൈറ്റിയുടെയോ സെൻട്രൽ സൊസൈറ്റിയുടെയോ ഫണ്ടല്ല. അവരുടെ ബാലൻസ് ഷീറ്റിൽ ഇത് കാണിക്കാനേ പാടില്ല. അത് സെപ്പറേറ്റ് ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് കാണിക്കുക? സെപ്പറേറ്റ്ലി ഷോ ദി എമൗണ്ട് ടു ദ ക്രെഡിറ്റ് ഓഫ് ദ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഓർ ദ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഓർ ദി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ദെയർ ഓഫ്, ആസ് ദ കേസ് മേ ബി. ഇത് സെപ്പറേറ്റ് ആയിട്ട് വേർതിരിച്ച് കാണിക്കേണ്ടതുണ്ട്. ഇത് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടാണെന്നും ഇത് സെൻട്രൽ സൊസൈറ്റി ആണെങ്കിൽ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടാണെന്നുള്ളതും വേർതിരിച്ച് കാണിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ബുള്ളറ്റ് പോയിൻറ്റ്സ് ആയിരിക്കുന്നത് നോക്കാം. സെക്ഷൻ 50 ഡിസ്പോസൽ ഓഫ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിവിഡൻഡ് എക്സെട്ര. സെക്ഷൻ 50 സബ്സെക്ഷൻ 1, money received by apex society from shares purchased using the principal state partnership fund
includes redemption of shares, dividends, or any other income must be credited back to the principal state partnership fund. Section 50, subsection 2. Money received by Central Society from shares of primary societies purchased using the subsidiary state partnership fund includes redemption, dividends, or other income. First credited to the subsidiary state partnership fund, then transferred to the Apex Society. Apex Society shall credit it to the principal state partnership fund. Section 50, subsection 3. All money mentioned in subsections 1 and 2 must be paid to the government, even if shares are in the name of an Apex or Central Society. Next is section 50, subsection 4. Except for words stated in subsection 3, the government is not entitled to any other return on the money it provided under section 43. Section 50, subsection 5. Amounts in the principal or subsidiary state partnership funds are not part of the Apex or Central Society's assets or liabilities. These fund amounts and their investments must be shown separately in the society's balance sheet. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നോക്കാം. The reason for cold is answer virus. Next, one word of fear of water, answer hydrophobia. Next, 4 numbers given, out of which 3 are alike in some manner and 1 is different. Select the one that is different. 256, 81, 676 and 144. Answer is 81. എന്താണ് മറ്റുള്ളതൊക്കെ 2ൻ്റെ മൾട്ടിപ്ലയേഴ്സ് ആണ്. 81 മാത്രം ഒരു ഒറ്റ സംഖ്യയാണ്. Now your turn to answer. First Olympics was held in the year. Next, a group of many islands. Next, find the wrong number in the given series. 2, 6, 25, 96, 285 and 567. Leave your answer in the comment box and stay tuned for the next episode. Thank you.